വീണുപോയ മനുഷ്യനെ, ആ പാപത്തിന്റെ അടിമത്തത്തിൽ വീണുപോയ മനുഷ്യന് വേണ്ടി ദൈവം തീരുമാനിച്ചതാണ് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും. പാപത്തിൽ വീണുപോയ മനുഷ്യന് മരണം ദൈവം തീരുമാനിച്ചു. അതിൽ ഒന്നാമത്തെ മരണം ആത്മീക മരണം, രണ്ട് ശാരീരിക മരണം, മൂന്നാമത്തതാണ് അതികഠിനമായത്, അത് നിത്യമരണമാണ്. അതല്ലെങ്കിൽ ന്യായവിധിയാണ്. നിത്യനായ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി വേർപെട്ട് കെടാത്ത തീയുടെയും ചാകാത്ത പുഴുക്കളുടെയും നടുവിലേക്ക്, നിത്യ നരകത്തിലേക്ക് ഒരു മനുഷ്യൻ മാറ്റപ്പെടുന്ന അനുഭവമാണ് ന്യായവിധി, നിത്യമായ ന്യായവിധി. അങ്ങനെ മൂന്ന് തരത്തിലുള്ള മരണം മനുഷ്യന്റെ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, അങ്ങനെ മനുഷ്യൻ പാപത്തിന്റെ അടിമത്തത്തിൽ വീണുപോയ മനുഷ്യനെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതി ഒരുക്കി. അതാണ് ഞങ്ങൾ ഈ തെരുക്കോടിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന യേശു ക്രിസ്തുവിന്റെ സത്യ സുവിശേഷം.